ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിശാലം എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിശാലം. ഞാൻ കുറച്ച് പ്രായമുള്ള ആളാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഇത്രയും കാലമായി ഒരു വീട്ടമ്മയുടെ ജീവിതമാണ് ഞാൻ നയിച്ചു വന്നത്. ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 5 വർഷമായി. മൂത്ത മകളുടെ കല്യാണം അതിനു മുമ്പ് കഴിഞ്ഞതാണ്. ഇളയ മകളുടെ കല്യാണം ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് കഴിഞ്ഞത്. അവർ ഇപ്പോൾ വിദേശത്ത് സെറ്റിൽഡാണ്. ഭർത്താവ് മരിച്ചതിൽ പിന്നെ എൻ്റെ മൂത്ത മരുമകനാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും അവനെ ഇച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ. കൂട്ടെന്ന് പറയുമ്പോൾ മാഡം ഓർക്കും, അമ്മായിമ്മയും മരുമകനും തമ്മിൽ എന്തിനാണ് ഇത്രയും കൂട്ടെന്ന്. പക്ഷേ എൻ്റെ മകൾ സുന്ദരിയാണെങ്കിലും കുറച്ച് ഇൻട്രോവേർട്ടാണ്. അധികമൊന്നും സംസാരിക്കില്ല. ഭർത്താവിനോടും അങ്ങനെ തന്നെയാണ്. അവനതിൽ വലിയ പരാതിയൊന്നുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയറായി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരുടെ ഫാമിലി ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവൾ അധികം സംസാരിക്കാത്തത് നല്ലതാണെന്നാണ് അവൻ പറയുന്നത്. കാരണം മറ്റു പെണ്ണുങ്ങളുമായി കൂട്ടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇതാകുമ്പോൾ അവൻ്റെ അമ്മയോട് പോലും പ്രശ്നമില്ലാതെ എൻ്റെ മകൾ അവിടെ നിന്നോളും. എന്നോടല്ലാതെ എൻ്റെ മകൾ മറ്റു കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല. എന്ത് വിഷയമുണ്ടെങ്കിലും മറ്റാൾക്കാരോട് പറയാതെ അത് ഉള്ളിലൊതുക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുമ്പോൾ ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട്, അവരുടെ കുട്ടികൾ പോലും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ അവളോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് മനസ്സിന് വിഷമമുണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന്. ആദ്യം ഇല്ല ഇല്ല എന്ന് പറയും. പിന്നെ ഞാൻ കിണർ കുഴിക്കുന്ന പോലെ അവളോട് ചോദിക്കണം ഓരോ കാര്യങ്ങളും. കുഴിച്ച് ചെല്ലുമ്പോൾ അവൾ പ്രശ്നങ്ങൾ പറയും. അത് ഞാൻ പിന്നീട് ഓരോരോ ട്രിക്കുകൾ പറഞ്ഞു കൊടുത്ത് സോൾവ് ആക്കും. ഇതാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവളെ ഒന്ന് സ്പൂൺ ഫീഡ് ചെയ്തെങ്കിൽ മാത്രമേ അവൾ നേരെ നിൽക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ഇളയ മകൾ എന്നെപ്പോലെയാണ്. കുറച്ച് വായാടിയാണ്. ചടുലമായുള്ള ഭാവവും ഒക്കെയാണ്. സുന്ദരിയാണ്, ഒരു പ്രശ്നവുമില്ല. അവൾ ഇഷ്ടപ്പെട്ട ആളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കല്യാണം നടത്തി അവളുടെ കാര്യം നോക്കി. ഇവൾ പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ സഹായങ്ങളൊക്കെ കുറച്ച് ആവശ്യമുണ്ട്. ഞാൻ വീട്ടമ്മയെ നടന്നെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആരോടും മിണ്ടിയാലും പുള്ളിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡുമായുള്ള എല്ലാ സമയവും എനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനെന്തിനാണ് മറ്റാണുങ്ങളെ നോക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം എനിക്ക് വല്ലാത്ത ദുഃഖമായിരുന്നു. പക്ഷേ പെൺകുട്ടികളല്ലേ 2 പേര്. അതുകൊണ്ട് ഞാനതൊന്നും ഭാവിച്ചില്ല. ധൈര്യം സംഭരിച്ച് നിന്നു. അച്ഛനില്ലെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്നുള്ള മട്ടിൽ എൻ്റെ ധൈര്യമാണ് എൻ്റെ മക്കളെ രക്ഷിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മൂത്ത മരുമകൻ ഇതൊക്കെ പറഞ്ഞ് എന്നെ അഭിനന്ദിക്കാറുമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പോയത്. എൻ്റെ ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞു. അവൾ വിദേശത്ത് പോയത് ഞാൻ പറഞ്ഞല്ലോ. വിദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും. ആ സമയത്ത് അവൾ നാട്ടിൽ വെച്ചോ ഇത്രയും കാലമായിട്ടോ എന്നോട് പറയാത്ത പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. കാര്യം അവൾക്ക് അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ആയിട്ടില്ല. അവൾ ജോലി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ആ സമയത്ത് വീഡിയോ കോൾ ചെയ്താണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം പഴയ പല കഥകളും പറയും, പാചകക്കുറിപ്പുകളൊക്കെ ചോദിക്കും. അതിനിടയ്ക്ക് അവൾ എന്നോടൊരു ദിവസം ഞാൻ മരുമകനെ പൊക്കി പറഞ്ഞപ്പോൾ, അവളുടെ ഭർത്താവിനെയല്ല, എൻ്റെ മൂത്ത മരുമകനെ, ഞാൻ അവളോട് ചോദിച്ചു, എടി നിൻ്റെ ഹസ്ബൻഡ് 24 മണിക്കൂറും അങ്ങ് ബിസിയാണല്ലോ, അവിടെ നിന്ന് വിളിക്കാൻ പോലും അവനൊരു സമയമില്ല. പക്ഷേ എൻ്റെ മൂത്ത മരുമകൻ, അവൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ 2 പേരെക്കാളും എനിക്ക് ഉപകാരമാണ്. അവൻ ഏത് സമയത്ത് വിളിച്ചാൽ വരും. നോക്ക്, അതൊരു ഭാഗ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മകൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മ വർഷങ്ങളായിട്ട് മൂത്ത മരുമകനെ പൊക്കി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി നിൻ്റെ ചേട്ടനല്ലേടി നിനക്കും ഇത്രയും കാലം പല സഹായങ്ങളും ചെയ്തത്. നിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം എന്ത് സഹായങ്ങളാവൻ ചെയ്തത്? നിൻ്റെ കല്യാണമൊക്കെ മുൻകൈ എടുത്ത് നടത്തിയതും അവനല്ലേടി. നിൻ്റെ പ്രേമമൊക്കെ അറിഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത്, പ്രശ്നമുണ്ടാക്കണ്ട, നമുക്ക് അംഗീകരിക്കാമെന്നും. അവനെക്കുറിച്ച് നിനക്ക് എന്താടി ഇത്തിരി പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, അങ്ങേര് വലിയ നല്ലവനൊന്നുമല്ല, നിങ്ങളിങ്ങനെ പൊക്കിയെടുക്കേണ്ട കാര്യമില്ല. അവിടെ നിന്നപ്പോൾ എനിക്കൊന്നും പറയാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്നെ അവനെ ഉപദ്രവിക്കാൻ വല്ലതും വന്നോ? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ അയാൾ ഉപദ്രവിക്കാനൊന്നും വന്നില്ല. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അങ്ങനെ 2 തല്ല് കൊടുത്തു വിടും. നീ എന്താടി പറഞ്ഞത്? ഇവിടെ വെച്ച് ചേട്ടാ എന്ന് പറഞ്ഞ് നടന്നാണ്. നിനക്ക് സ്വന്തം സഹോദരനേക്കാൾ വിശ്വാസമാണല്ലോ. അതിന് എനിക്ക് സഹോദരന്മാരൊന്നുമില്ലല്ലോ. അതാ ഞാനും പറഞ്ഞത്, നിനക്ക് സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വിശ്വാസമാണല്ലോ അവനെ. പിന്നെന്താ അങ്ങനെയെന്ന് അവൾ പറഞ്ഞു. ഗതികേട് കൊണ്ടോ അമ്മേ, ഗതികേട് കൊണ്ടോ? എടി അവൻ നിന്നോട് അപമര്യാദയായിട്ട് എന്തെങ്കിലും പറഞ്ഞു?
ഇല്ലമ്മേ, എന്നോട് അവൻ മര്യാദയായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. അങ്ങേര് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ശരിക്കും അങ്ങേർക്ക് സ്വന്തം ഭാര്യ ഇഷ്ടമല്ല. നീ എന്തായി പറഞ്ഞത്? എൻ്റെ മോളെ അവന് ഇഷ്ടമല്ലെന്നോ? അതെ, അയാൾക്കിഷ്ടം അമ്മയാണ്. എന്നെയോ? നീ എന്താടി പറഞ്ഞത്? മഞ്ഞുള്ള രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വട്ടിളകിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, വട്ടൊന്നും ഇളകിയതല്ല. ശരിക്കുമില്ലേ, അങ്ങേര് ഒരു കോംപ്ലിക്കേറ്റഡ് വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങേർക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും ചേച്ചിയല്ല ഇഷ്ടം. നീ പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. നിനക്ക് മാനസിക നില തകരാറാ? ഒട്ടും തകരാറല്ല. അമ്മയ്ക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് അമ്മയുടെ പല വസ്ത്രങ്ങളും മോഷണം പോകുന്നെന്ന് അമ്മ പറയാറില്ലേ? എന്തുകൊണ്ട് ചേച്ചിയുടെ വസ്ത്രം എൻ്റെ വസ്ത്രമൊക്കെ അവിടെ നനച്ചിട്ടു? അത് പോയില്ല. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല ആ വീട്ടിൽ നിന്നപ്പോൾ. അത് പിന്നെ ഏതോ ആളുകൾ വന്ന് എടുത്തോണ്ട് പോകുന്നതല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ ഗ്രാമത്തിലും എല്ലാ നഗരത്തിലുമില്ലേ? അങ്ങനെ എല്ലാ ആൾക്കാരും എല്ലാ ഗ്രാമത്തിലും നഗരത്തിലൊന്നുമില്ല. ഉള്ളത് നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങളുടെ പുന്നാര മരുമോൻ അങ്ങേര് വരുമ്പോഴാണ് ഇതൊക്കെ കാണാതാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാതെ പോകുന്ന തുണിയൊക്കെ നിങ്ങളുടേതും വേറെ ഏത് പെണ്ണുങ്ങളുടെ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും അത് കാണാതെ പോകില്ല. എടി, അത് പിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോകുമ്പം എൻ്റെ തുണി ആയിപ്പോകുന്നതാണ്. പിന്നെ ആയിപ്പോകുന്നത് അത് അയാളാണ് കൊണ്ടുപോകുന്നത്. നീ എന്തായി പറഞ്ഞത്? അമ്മ സത്യം ഒന്ന് വിശ്വസിക്കൂ. അങ്ങേരാണ് ഇതെടുത്തോണ്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതാരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെട്ട് ഇരുന്നിട്ടുണ്ട്. എൻ്റെ കല്യാണം നടക്കുന്നതിന് 8 മാസം മുമ്പാണ് എനിക്കത് മനസ്സിലായത് അയാളാണെന്ന്. എടി, അവരതെടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പ്രായമായ സ്ത്രീയല്ലേ? അമ്മ ഇപ്പോഴും സുന്ദരിയാണ്. പ്രായമായ സ്ത്രീകൾക്ക് ആരാധകരില്ലെന്ന് ആരാ പറഞ്ഞത്? അങ്ങേര് വർഷങ്ങളായിട്ട് വരുമ്പോൾ ഓരോന്ന് എടുത്തോണ്ട് പോകും. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് അമ്മയ്ക്കറിയാമോ? ഞാനെങ്ങനെ അറിയാം? അയാൾ കാർ ഓടിച്ച് പോകും ചേച്ചിയോടെ നിർത്തിയിട്ട്. ചേച്ചിയെ ഇവിടെ നിർത്തുന്ന സമയത്ത് മാത്രമേ അയാളത് കട്ടെടുക്കാറുള്ളൂ. എന്നിട്ട് അയാൾ പോകും എവിടെയെങ്കിലും. നമ്മുടെ ആ വഴിയില്ലേ, വഴിയരികിലോ മറ്റോ അയാളവിടെ കാർ നിർത്തും. എന്നിട്ടെന്താ ആണുങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയില്ലേ? അതിലേക്ക് അയാൾ എല്ലാം വർഷിക്കും. പിന്നെ താഴെയുള്ള ഡ്രസ്സാണെങ്കിൽ അയാൾ അത് എടുത്തുകൊണ്ട് പോകും. ഇനി അതല്ല, വവ്വാലെ പോലെ തൂങ്ങിക്കിടക്കുന്ന മുകളിലത്തെ ഡ്രസ്സില്ലേ, അങ്ങേരത് കൂടെ കൊണ്ടുപോകില്ല. അത് അയാൾ പൊന്തക്കാട്ടിൽ എറിഞ്ഞു കളയും. നീ എന്തോ നടി പറഞ്ഞത്? ഇതെന്തെങ്കിലും കഥയോ വല്ലോ ആണോ? അതോ വല്ല ഇംഗ്ലീഷ് സിനിമയുടെ കഥയാണോ? അതോ നീ വീഡിയോ കണ്ട് പട്ടി പിടിച്ചാണോ? അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇത്തരം വീഡിയോകളൊക്കെ കാണുന്നത് കൂടുതലാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളും ഇപ്പോൾ വിദേശത്താണ് സെറ്റിൽഡ്. അമ്മയൊന്ന് പോയി. അതൊന്നുമല്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ അയാളെ പിന്തുടർന്ന് കണ്ടുപിടിച്ചതാണ്. പട്ടാപ്പകൽ വേണമെങ്കിലും അയാളത് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ തെങ്ങന്തോപ്പാണ്. അതിലെ കൂടെ റോഡും. അവിടെ ആര് വരില്ല നമുക്കറിയാമല്ലോ. ആ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അങ്ങേര് കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ കുളമില്ലേ, അതിൻ്റെ സൈഡിലെ പൊന്തക്കാട്ടിലേക്കാണ് അയാൾ പലപ്പോഴും ഇത് വലിച്ചെറിയാറുള്ളത്. ഒന്ന് പോടി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നീ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ മോഹിച്ച് കാണും. അപ്പോൾ അവൻ നീ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ സഹകരിച്ച് കാണില്ല. അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ പ്രശ്നം? നീ ഇത്തിരി ഇളക്കക്കാരിയാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഒരുത്തിനെ പ്രേമിച്ച് നീ വിവാഹം കഴിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ എന്നെ പൊഴുത്ത് 2 വാക്ക് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്രയും നാളും അങ്ങനെ പറഞ്ഞ് ഒന്നും തർക്കിച്ചിട്ടില്ല. ഞാനും തിരിച്ച് അവളെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും പിണങ്ങി. പക്ഷേ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇത് എന്താണ്? ഇതിലെ മർമ്മം എന്താണ്? അവൾ പറഞ്ഞത് ശരിയാണോ? ഇത്രയും നാൾ നാട്ടിലുണ്ടായിരുന്നവൾ ഇത്ര നാളായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ പോയിരുന്നിട്ട് വീഡിയോ കോളിൽ കൂടി ഇത്തരം കഥകൾ പറയുന്നു. അതും കുഴഞ്ഞു പറഞ്ഞ കഥകൾ. ഇതൊക്കെ ശരിയാണോ? ആർക്കാണ് പ്രശ്നം? എനിക്കാണോ പ്രശ്നം? അവൾക്കാണോ പ്രശ്നം? അതോ എൻ്റെ മരുമകനാണോ പ്രശ്നം? ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കുത്തിക്കുത്താന വരമ്പത്തെന്ന് പറഞ്ഞ പോലൊരു സമസ്യയാണല്ലോ ദൈവമേ എന്ന് ഞാൻ ആലോചിച്ചു. ഇനി ഇവളോട് ചോദിച്ചിട്ട് മാത്രമേ ആ സമസ്യ ഒന്ന് പൂരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. ആ സമയത്ത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഉടക്കി. അത് കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞു, ഞാൻ പറയുന്നത് അമ്മ വിശ്വസിക്കെങ്കിൽ മാത്രം ഈ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. അമ്മ വിശ്വസിക്കുന്നത് പോലെ എനിക്ക് അയാളോട് യാതൊരു താല്പര്യമില്ല. അങ്ങേരെക്കാൾ 10 മടങ്ങ് സുന്ദരനാണ് എൻ്റെ ഭർത്താവ്. അങ്ങേരുമായിട്ട് എനിക്ക് കോളേജ് പഠിക്കുമ്പോഴേ പ്രേമമുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മരുമകൻ്റെ പുറകെ ഞാൻ നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് അമ്മയും മരുമകനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഞാനിപ്പോൾ അയാളെ കുറ്റം പറയുന്നു. അത് ശരിക്കും അമ്മയാണ് കുറ്റം പറയേണ്ടത്. നീ എന്താ പറഞ്ഞത്?
പറഞ്ഞു വരുന്നത്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു അന്തർധാരയുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങേർ സാന്ദ്രത്തോടു കൂടി ഇത് ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കതൊക്കെ ഇഷ്ടമായിരിക്കും. നിങ്ങളത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. എന്തൊക്കെ തോന്നിയ സടി നീ പറയുന്നത്? അല്ല, നിങ്ങളോട് ഞാൻ യഥാർത്ഥത്തിലൊരു കാര്യം പറഞ്ഞു, എന്നിട്ട് അമ്മ അത് വിശ്വസിച്ചോ? ഇല്ല. എനിക്ക് തോന്നുന്നത് മരുമകനുമായിട്ട് സ്വന്തം മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തോ ഒരു കണക്ഷനുണ്ട്. അന്ന് തൊട്ടേ അയാളെ പൊക്കി പിടിച്ച് നടക്കുകയാണ്. ഒന്ന് പോടി, അവൻ എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്. നല്ല സ്വഭാവം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ്. അത് ശരിയാണ്. അങ്ങേര് നിങ്ങളുള്ള പ്രേമം മൂത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഹായം എല്ലാം ചെയ്തത്, അല്ലാതെ എനിക്കോ ചേച്ചിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്തായാലും നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, സ്വന്തം മകളോട് അങ്ങോട്ട് ചോദ്യരെ, കുശിശിക്കുമല്ലേ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ. അപ്പോൾ ഒന്ന് വിശദമായിട്ട് ചോദ്യം ചെയ്യേ. ഈ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അവളും ധരിപ്പിച്ചിട്ട് അവളെ വിശാലം എന്ന് പറഞ്ഞിട്ടല്ലേ വൈകുന്നേരം ആകുമ്പോഴേക്കും ചേട്ടൻ അങ്ങ് രംഗപ്രവേശനം ചെയ്യുന്നതെന്ന്. ഞാനത് കിട്ടി ഞെട്ടിപ്പോയി. നീ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകില്ലേ, അത് സ്വന്തം മകൾക്ക് കൊടുക്കും, എന്നിട്ട് ധരിക്കാൻ പറയും. എന്നിട്ട് അവളെ വിശാല എന്നുള്ള നിങ്ങളുടെ പേര് വിളിക്കും. പേര് വിളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ സന്തോഷമായിട്ട് കഴിയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് നിങ്ങളുടെ മകൾ ഭർത്താവിന് മുന്നിൽ അഭിനയിക്കും. യോ ഇങ്ങനൊരു കഥ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ല. കഥയല്ല, ഇതാണ് സത്യം. ഒരു കാര്യം ചെയ്യേ, എൻ്റെ തൊഴിൽ കയറാതെ സ്വന്തം മകൾ വരുമ്പോഴേക്കും അവളുടെ മനസ്സ് നന്നായി നിങ്ങൾ ചികഞ്ഞെടുക്കൂ. നിങ്ങളതിൽ വിദഗ്ധയാണല്ലോ. മോളെ വിളിച്ചോണ്ട് പോയി മുറിക്കകത്തിരുന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണല്ലോ. അപ്പോൾ അവൾ പറയും. അത് കഴിഞ്ഞിട്ട് വിശ്വസിച്ചാൽ മതി. അത് ഞാൻ അവളോട് ചോദിക്കാം. ഇനിയിപ്പം മരുമകന് എന്നോടങ്ങ് പ്രേമമാണെങ്കിലും നിനക്കെന്താ എത്ര ദേഷ്യം അവനോട്, അല്ലെങ്കിൽ എന്നോട്? അയ്യോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല സത്യവതിയായിട്ട് ചമയുന്നു. അങ്ങേര് മകനായിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ പൊക്കി പറയുന്നു. അതല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ബന്ധമുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങേരെ അംഗീകരിക്കാം, നിങ്ങളെ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ ഈ നാടകം നടക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയില്ല. അങ്ങേരെ നിങ്ങൾ പൊക്കി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനിങ്ങനെ അംഗീകരിക്കും. അങ്ങേർക്ക് വേറെ പെണ്ണുങ്ങളുമായി ധാരാളം ബന്ധമുണ്ട്, അതും എനിക്കറിയാം. എടി, നീ പ്രേമിച്ച ചെറുക്കൻ്റെ ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഹിസ്റ്ററിയാണല്ലോ ചകഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം നിനക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് അയാളുടെ അങ്ങ് പ്രേമമായിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് അങ്ങേരെക്കാൾ സുന്ദര ഒരാളെ ഞാനങ്ങ് കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചു. അപ്പം നീ എന്നെ ഊതിയതാണല്ലേ? ഊതിയാലും വിളക്കൂതിയാലും നിങ്ങൾ ഇത് അന്വേഷിച്ച് നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾക്ക് നല്ലതാണ്. ഒന്നുകിൽ മരുമകനെ പുകഴ്ത്തുന്നത് നിർത്തുക, അല്ലെങ്കിൽ മരുമകൻ വരുമ്പോഴേക്കും അവിടെ മണിയറ ഒരുക്കി വെക്കുക. മരുമകനും നല്ലതാണ്, നിങ്ങളും നല്ലതാണ്, നിങ്ങളുടെ മൂത്ത മോളും നല്ലതാണ്. ഇങ്ങനെയുള്ള പല്ലവിയൊന്നും എന്നോട് ഇനി പറയണ്ട. ആ നാട്ടിൽ നിന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രവർത്തനമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അവളെ ഒന്ന് ജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കെന്താ? കേട്ടു, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. പിന്നീട് എൻ്റെ മോളെ ഞാൻ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നിട്ട് ഈ കാര്യം ഉള്ളിൽ വെച്ച് അവളോട് ഞാൻ പലവട്ടം ചോദിച്ചു. ആദ്യമൊന്നും അവൾ പിടിതന്നില്ല. എങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന മട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പെട്ടെന്ന്, അമ്മേ, അത് ചേട്ടന് ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമൊന്നും കാണില്ല, അപ്പുറത്തേക്ക് തിരിഞ്ഞങ്ങ് കിടക്കും. അപ്പോൾ നീ എന്ത് ചെയ്യും? ചില സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യില്ല, ചില സമയത്ത് ഞാൻ കോംപ്രമൈസ് ചെയ്യും. ആ സമയത്ത് ഞാൻ ചോദിക്കും, ചേട്ടാ എവിടെയാ അമ്മയുടെ ഡ്രസ്സെന്ന്. അത് കേൾക്കുമ്പോൾ പുള്ളിക്ക് ഉത്സാഹമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ രാത്രി ഉറങ്ങാത്ത രാത്രി ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഇളയ മകൾ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എടി, ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നത് അവനാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ഓർത്തത് ഇവിടെ കണ്ട് ആരണ്ടുണ്ടായിരുന്നു എന്നാ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അതും പിന്നെ ചേട്ടൻ മാത്രമല്ല, ചില സമയത്ത് ചേട്ടൻ പറയും ഒരെണ്ണം എടുത്തോണ്ട് വരാൻ. ആ സമയത്ത് ഞാനും കൊണ്ടുപോയിട്ടുണ്ട്. അയ്യോ, എൻ്റെ പൊന്നു മോളെ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പാവമാണ്. ഈ പെണ്ണിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, മിണ്ടില്ല, ഭർത്താവ് പറഞ്ഞതൊക്കെ അനുസരിക്കും, അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പെരുമാറും. അവനേക്കാൾ കോംപ്ലിക്കേഷൻ എൻ്റെ മകൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെയൊക്കെ മാനസിക നില എന്താണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ മകളോട് ചോദിച്ചു, അല്ലടി, അവനിപ്പോൾ പറയുകയാണ് എൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നിനക്ക് അസൂയ തോന്നില്ലേ? അയ്യോ, എൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞത്?
ദേഷ്യം വരില്ലേ? ആ അമ്മയാകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് നിനക്ക് പറയാൻ മേലായിരുന്നു. അതൊന്നും എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. ചേട്ടൻ ആദ്യമേ പറയുമായിരുന്നു, നിന്നേക്കാൾ എന്നെ ആകർഷിച്ചത് നിൻ്റെ അമ്മയുടെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ഓർത്തത് ചേട്ടൻ അമ്മയെ പുകഴ്ത്തുകയാണെന്നാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോഴേക്കും അമ്മയുടെ ആരാധകൻ എന്നുള്ള മട്ടിലാണ് ചേട്ടൻ സംസാരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, വേറെ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിലും നീ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് വേറെങ്ങും പോകില്ല. അമ്മയുമായിട്ട് അങ്ങനൊന്നും ഞാൻ ഡയറക്റ്റായിട്ട് സംസാരിക്കില്ല. ഇത് നമ്മുടെ ഭാവനയാണ്, ഭാവനയിൽ മാത്രം മതി എന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ ചേട്ടൻ്റെ ഭാവനയായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ അംഗീകരിച്ചതും അതൊക്കെ സമ്മതിച്ചതും. അല്ലാതെ ഡയറക്റ്റായിട്ട് ചേട്ടൻ വരുമ്പോൾ അമ്മയോട് നല്ല റെസ്പെക്റ്റ് ആയിട്ടല്ലേ പെരുമാറുന്നേ എന്ന് അവൾ ചോദിച്ചു. അതേ കിടക്കുന്നു, കൊള്ളാം, ഇവളും കണക്കാണ്. ശരിയാ, അത് അവൻ്റെ ഭാവനയായിരിക്കാം. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നും അവനെക്കൊണ്ടില്ലല്ലോ. എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, നല്ല സ്നേഹമാണ്, സുഹൃത്തുക്കളെ പോലെ പോകുന്നു. എല്ലാത്തിനും അവൻ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അവൻ എന്നോട് പ്രേമം പോലെയാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, അയ്യോ ഇവൻ എന്നോട് ഒരു പ്രേമം പോലെ ഉണ്ടോ? എൻ്റെ മനസ്സ് എന്തോ അയ്യോ അത് ശരിയല്ലല്ലോ എന്നോർക്കുമെങ്കിലും ഒരു രാക്കുളിരി പോലെ എനിക്ക് തോന്നി. ഈ പ്രായത്തിലും അവൻ എന്നെ ഇതിനു മുമ്പും അയ്യോ ഇത്തിരി ചെറുപ്പത്തിലൊക്കെ ആരാധിക്കുന്നുണ്ടായിരുന്ന വർഷങ്ങളായിട്ട് എന്നോർത്തപ്പോൾ എവിടെയോ ഒരു ഉൾത്തടാകം നിറയുന്ന പോലെ എനിക്ക് തോന്നി. എങ്കിലും അത് ശരിയില്ലെന്ന് വിചാരിച്ച് ബാക്കി നെല്ലും പതിരും ഒന്ന് തിരിച്ചെടുക്കണ്ടേ. എന്നാലും എടി അവന് മറ്റു പെണ്ണുങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ആരോ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അനീതിയാണെന്നാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം അവളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞില്ല. എനിക്ക് ഒന്ന് മനസ്സിലായപ്പം ഞാൻ ചോദിച്ചതാണെന്ന്. അല്ലല്ല, അവൾ തന്നെയാണ് പറഞ്ഞത്. എനിക്കത് ഉറപ്പാണെന്ന്. അങ്ങനെ തറപ്പിച്ച് പറയാൻ കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. അതെന്തിനാ നീ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അത് പിന്നെ അവളൊരു വട്ടം അവളുടെ കാമുകനുമായിട്ട് പിണങ്ങി. 5-6 മാസം ഭയങ്കര പിണക്കമായിരുന്നു. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ചേട്ടനായിരുന്നു അവളുടെ പ്രണയലീലകളൊക്കെ ഒന്ന് സമാശ്വസിപ്പിച്ചിരുന്നത്. അവളോട് പറയും, അവൻ വരും, ഞാൻ സംസാരിക്കാം എന്നൊക്കെ. ഇവൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അവനോട് പറഞ്ഞ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കിയത് ചേട്ടനാണ്. അന്ന് അവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവളോട് ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ഒരവസ്ഥയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. എടി അവനും അവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഏയ് അങ്ങനെയൊന്നുമില്ല. കാര്യം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മോളില്ലേ, ഇളയ മോൾ, അവളും കാമുകനും തമ്മിൽ നല്ല സജീവമായ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് 2 പേരും കൂടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എനിക്ക് പൊറുതിയില്ല. ഈഗോ കൊണ്ട് അവനോട് പിണങ്ങുകയും ചെയ്തു. അവൾക്ക് കാമുകനെ കിട്ടുകയും വേണം. അതിനാണ് ചേട്ടനോട് പറഞ്ഞത്. ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാം ശരിയാക്കി. പിന്നീട് ഒരു ദിവസം അവനെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഒന്ന് അവർക്ക് തമ്മിൽ കാണാനുള്ള സൗകര്യം, കാണാൻ മാത്രമല്ല നമുക്ക് മനസ്സിലായല്ലോ, അതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ചേട്ടനാണ്. ഈ കഥയൊക്കെ അറിഞ്ഞ കാമുകനും ചേട്ടനോട് അമ്മയെപ്പറ്റി എന്തൊക്കെയോ ചോദിച്ചു. എന്നിട്ട് കാമുകൻ എൻ്റെ ചേട്ടനെ ഉപദേശിച്ചു അമ്മയുടെ വസ്ത്രങ്ങളൊന്നും എടുക്കുന്നത് ശരിയല്ലെന്ന്. അങ്ങനെ അവൾ രഹസ്യങ്ങളെല്ലാം കാമുകനോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് അന്ന് ചേട്ടനും അവനും അവളും എല്ലാം കൂടെ ഒരു വഴക്കുണ്ടായി. അതോടുകൂടിയാണ് അവർ പിണങ്ങുന്നത് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഞാനാണ് എല്ലാത്തിനും കാരണം. ഈ കഥകളൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇനിയും കൂടുതൽ ഇതൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കുടുംബം നാറും, ഞാനും നാറും. അതല്ലാതെ ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മകൾ എന്നോട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അമ്മേ, എനിക്കാണെങ്കിൽ ഈ വേഷം കെട്ടി മടുത്തു. അങ്ങേര് വരുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടമൊന്നും തോന്നുന്നില്ല. ശരിക്കും അമ്മ വെറുതെ ഫ്രീ ആയി നിൽക്കുകയല്ലേ? എന്തിനാണ് അയാൾ എന്നെ വേഷം കെട്ടിക്കുന്നത്? നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നിച്ച് കുറച്ച് നാളൊക്കെ അങ്ങ് പോയിക്കൂടെ? എനിക്ക് തലവേദന, ഒഴിഞ്ഞും കിട്ടുമെന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നിങ്ങൾക്ക് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും. തൽക്കാലം 6 മാസത്തേക്ക് ഞാൻ പണിമുടക്കാണ്. ആ സമയത്ത് അമ്മ വന്ന് റോഡെല്ലാം ടാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോയി. ഞാനെന്ത് ചെയ്യും? കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്.
അവൾ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വരും, ഇനിയിപ്പം ഒന്നും വേണ്ട, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഓപ്പൺ ഹൗസായിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അന്ന് വൈകുന്നേരം അവൻ ഓടിപ്പാഞ്ഞെത്തി. സോറി അമ്മേ, എൻ്റെ ക്രേസിനെസ്സാണ്, അമ്മയോടുള്ള ഒരു അട്രാക്ഷനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അവനെ ഉള്ളുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, പക്ഷേ എന്തോ ഒരു അടുപ്പമുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മകൾ ഇങ്ങനെ പറഞ്ഞാണ് പോയെന്ന്. അവൾക്ക് പൂർണ്ണ സമ്മതമാണ്. ഇപ്പോൾ അവൾക്ക് ഇതിലൊരു താല്പര്യമില്ല. അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൽപരയായി നിൽക്കുകയാണോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോടാ, അങ്ങനൊന്നുമില്ലെന്ന്. പക്ഷേ അവൻ അപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തായാലും കുളത്തിൽ എടുത്തു ചാടി, ഇനി കുളിക്കാതെ ഞാൻ മുന്നോട്ട് പോകില്ലെന്ന്. വേണ്ടാന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു. അവൻ പറഞ്ഞു, അമ്മേ, നനഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചു കയറണം, കുളിച്ചു കയറിക്കഴിഞ്ഞാൽ കുളിരുണ്ടാകുമെന്ന്. ചാല് കീറിയ നെൽവയലുകളിൽ ജലപ്രവാഹമൊഴുക്കി കതിരുകൾ പൂവിട്ട ദിവസമായിരുന്നു അന്നായിരുന്നു ജലസേചന പദ്ധതിയുടെ കനാൽ തുറന്നു വിട്ടത്. കൈവഴിയിൽ കൂടി വെള്ളം ധാരധാരയായി ഒഴുകി. വേണ്ടത്ര വെള്ളം കനാലുകളിൽ കൂടി വന്ന് വയലിലെ നെൽമണികൾ നിറച്ച് പൂത്ത് തളർത്ത് ഞാൻ ഉറക്കെ ഉന്മാദം കൊണ്ട് അലറി വിളിച്ച് രണ്ടാം കൊയ്ത്ത് നടത്തിയ സുദിനമായിരുന്നു അന്ന്. അന്നോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കടും പിടുത്തങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒഴുകി ഒഴുകി പോവുക, തോണി പോലെ. ജീവിതം എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് അവിടെ ചെല്ലുക. പ്ലാനിങ്ങിലൊന്നും ഒരു കാര്യമില്ല. ഇത്രയും മികച്ച ഒരാൾ എൻ്റെ വീട്ടിലുണ്ടായിട്ട് വെറുതെ ഞാൻ സൗഹൃദം ഭാവിച്ച് മകനെന്നുള്ള ഭാവേനെ അവനെ ഒതുക്കി നിർത്തില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്കൊത്തിരി ദുഃഖമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറ്റബോധം ലെവലേശമില്ല. എല്ലാവരും പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രശ്നങ്ങളല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഗതിവിഗതികൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അവർ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമില്ല. കാര്യം അവർ നമ്മളോടൊന്നും ചോദിച്ചില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നല്ല വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് പറയാം. അല്ലാത്തപ്പോൾ നമുക്കിതൊരു കത്ത് പോലെ വായിച്ച് അല്ലെങ്കിൽ ഒരു കഥ പോലെ വായിച്ച് അതിൻ്റെ പാട്ടിന് വിടാം എന്നേ ഉള്ളൂ. ഞാനങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.